സഭയുടെ കരുതലിന്റെ മുഖമായി സ്നേഹാർദ്രം ഭിന്നശേഷി സംഗമം. കോഴിക്കോട് അതിരൂപത കുടുംബ ശുശ്രൂഷ സമിതിയുടെ നേതൃത്വത്തിൽ ശാരീരിക മാനസിക വെല്ലുവിളികൾ നേരിടുന്നവരും അവരെ ശുശ്രൂഷിക്കുന്നവരും അതിരൂപത തലത്തിൽ അഭിവന്യ വർഗീസ് ചക്കാലയ്ക്കൽ മെത്രാപ്പോലിത്തയോടൊപ്പമുള്ള ഒത്തുചേരലും അവർക്കായുള്ള പിന്തുണ സംരംഭം സ്നേഹാർദ്രം പദ്ധതിയുടെ ഉദ്ഘാടനവും 2025 മെയ് 17 ശനിയാഴ്ച 10 മണിക്ക് കോഴിക്കോട് സിറ്റി സെയിന്റ് ജോസഫ് പാരിഷ് ഹാളിൽ നടത്തി. രാവിലെ 9:30 രജിസ്ട്രേഷനും പങ്കെടുക്കുന്നവർക്ക് ഹൃദ്യമായ സ്വീകരണവും നൽകി. തുടർന്ന് ശാരീരിക മാനസിക ആരോഗ്യ തലങ്ങളിൽ വെല്ലുവിളികൾ നേരിടുന്നവർക്കായി പ്രത്യേകമൊരുക്കിയിട്ടുള്ള ദിവ്യകാരുണ്യ ആരാധനാവേളയിൽ അഭിവന്യ വർഗീസ് ചക്കാലയ്ക്കൽ മെത്രാപ്പൊലീത്ത രോഗികളായ ഓരോരുത്തരെയും പ്രത്യേകം ആശീർവദിച്ചു. അതിരൂപതയിലെ ഭിന്നശേഷിക്കാർക്ക് സഹാനുഭൂതിയോടുകൂടിയ പിന്തുണ അറിയിച്ചുകൊണ്ട് അവരുടെ മാനസികവും ആത്മീയവുമായ ആവശ്യങ്ങളിൽ അവരെ അനുധാവനം ചെയ്തുകൊണ്ട് കഴിയുന്ന സ്നേഹപൂർണമായ സഹായങ്ങൾ സ്പോൺസർമാരിലൂടെ നൽകുന്ന സ്നേഹാർദ്രം പിന്തുണാ പദ്ധതിയുടെ ഉദ്ഘാടനം കോഴിക്കോട് അതിരൂപത അധ്യക്ഷൻ അഭിവന്യ വർഗീസ് ചക്കാലയ്ക്കൽ മെത്രാപ്പോലിത്ത നിർവഹിച്ചു. സ്നേഹാർദ്രം എന്ന ഈ സംഗമം ദൈവം ആരെയും ഉപേക്ഷിക്കുന്നില്ല എന്നുറക്കെ പ്രഖ്യാപിക്കുന്ന ഒരു ചടങ്ങാണ്. സഭയെന്നും പാർശ്വവൽക്കരിക്കപ്പെടുന്നവരുടെ കൂടെയാണ്. നാം ഭിന്നശേഷിക്കാരെ സമീപിക്കേണ്ടത് അവരുടെ മനോഭാവം ഉൾക്കൊണ്ടുകൊണ്ടാണ്. അപ്പോൾ അവരെ ചേർത്തു നിർത്താനും ഹൃദയപൂർവ്വം സ്നേഹിക്കാനും കഴിയും. അതാണ് സുവിശേഷ സത്യയുടെ സ്വാംശീകരണവും. രൂപതയുടെ ചരിത്രത്തിൽ ആദ്യമായാണ് ഇങ്ങനെ ഭിന്നശേഷിക്കാരായ ആളുകളുടെ ഒരു സംഗമം നടത്തുന്നത് എന്നുകൂടി അഭിവന്യ മെത്രാപ്പോലിത്ത കൂട്ടിച്ചേർത്തു. അതിരൂപത ഫാമിലി അപ്പസ്റ്റോലേറ്റ് രൂപത ഡയറക്ടർ ജിജു പള്ളിപ്പറമ്പിൽ സമ്മേളനത്തിന് അധ്യക്ഷത വഹിച്ചു. ഭിന്നശേഷിക്കാർക്ക് സ്നേഹോപഹാരം വികാരി ജനറൽ മോൺസഞ്ഞൂർ ജെൻസൺ പുത്തൻവീട്ടിൽ നൽകി. ഭിന്നശേഷിക്കാരുടെ അവകാശങ്ങളെയും ആനുകൂല്യങ്ങളെയും കുറിച്ചുള്ള ബോധവൽക്കരണം നിലമ്പൂർ കൊത്തലങ്കോ റീഹാബിലിറ്റേഷൻ ആൻഡ് റിസർച്ച് സെന്ററിലെ ഡയറക്ടർ ഫാദർ ഷോണി പെരുമ്പള്ളി നൽകി. കുടുംബസമിതി അസോസിയേറ്റ് ഡയറക്ടർ ഫാദർ ലാൽ ഫിലിപ്പ് സ്വാഗതവും ജനറൽ കോർഡിനേറ്റർ ശ്രീ പാട്രിക് MA നന്ദിയും അർപ്പിച്ചു. പ്രൊലൈഫ് ഡയറക്ടർ ഫാദർ ഡെന്നി മോസസ്, അപ്പസ്തോലിക് കാർമൽ പ്രൊവിൻഷ്യൽ സിസ്റ്റർ ജസീന AC, വെനറിനി പ്രൊവിൻഷ്യൽ സിസ്റ്റർ സിസി MPV, അനിമേറ്റർ സിസ്റ്റർ ആൽമ AC, ജനറൽ കൺവീനർ ജോളി ജോറോം എന്നിവർ സംസാരിച്ചു. റീഹാബിലിറ്റേഷൻ സെന്ററിലെ മക്കൾ അവതരിപ്പിച്ച കലാവിരുന്നും സ്നേഹവിരുന്നും ഈ സംഗമത്തിന്റെ മാറ്റൊലി കൂട്ടി.